കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ 3 പേർ മരിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന് കോടതി. ഗുരുവായൂർ ദേവസ്വത്തോടും വനംവകുപ്പിനോടും വിശദീകരണം തേടി. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്? കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥനായിട്ടുള്ള ലൈവ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനയുടെ ഭക്ഷണം, യാത്ര ഇതിന്റെ രജിസ്റ്ററുകൾ അടക്കമുള്ള രേഖകൾ കൂടി ഹാജരാക്കണം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തോടും അതോടൊപ്പം തന്നെ വനംവകുപ്പിനോടും ഹൈക്കോടതി രേഖാമൂലം വിശദീകരണം സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്നുള്ളത് അടക്കമുള്ള ചോദ്യങ്ങളും ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി ദേവസ്വം ഉദ്യോഗസ്ഥൻ പറഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നേരിട്ട് ഹാജരായിക്കൊണ്ട് വിശദീകരണം നൽകുവാനും അതോടൊപ്പം തന്നെ വനംവകുപ്പിനോടക്കം രേഖാമൂലം വിശദീകരണം സമർപ്പിക്കുവാനും ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി രേഷ്മ.